ഇപ്പോൾ നിലമ്പൂർ ഐഷ രാവിലെ വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. എത്ര മനോഹരമായ കാഴ്ച! നിലമ്പൂർ ഐഷയെ പ്രേക്ഷകർക്കറിയാം. നാടക സാംസ്കാരിക രംഗത്തൊക്കെ ഒരു സജീവമായ പോരാളിയായിരുന്നു നിലമ്പൂർ ഐഷ വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശാരീരിക അവശതകളൊക്കെ ഉണ്ട്. ആ അവശതകളൊക്കെ മറന്ന്, പ്രായത്തിൻ്റെ അവശതകൾ മറന്ന് നിലമ്പൂർ ഐഷ. ഇപ്പോൾ സമയം രാവിലെ 6:51 ഉള്ളൂ. ഇനി ഏകദേശം 9 മിനിറ്റ് ഉണ്ട് നിലമ്പൂർ പോളിംഗ് ബൂത്തിൽ നിന്നും വോട്ട് രേഖപ്പെടുത്തി തുടങ്ങാൻ. വിവിധ ഇടങ്ങളിലായി ഇപ്പോൾ നിലമ്പൂർ ഐഷ കൂടി എത്തുന്നുണ്ട്. നിലമ്പൂർ ഐഷയ്ക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദീപക് മലയമ്മ, വളരെ മനോഹരമായ കാഴ്ചകളാണ്. മോക്ക് പോളിംഗിന്റെ സമയത്ത് തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. ഇപ്പോൾ പ്രായമേറെ ചെന്നിട്ടും പ്രായം തളർത്താത്ത പോരാട്ട വീര്യവുമായുള്ള നിലമ്പൂർ ഐഷ എത്തുന്നുണ്ട്. നിലമ്പൂർ ഐഷ എത്തുമ്പോൾ അതിന് മുൻപിൽ തന്നെ ആ ക്യൂവിൽ ഇടം പിടിക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത്. ആ ബൂത്തിലെ ആദ്യ വോട്ടറാണല്ലേ നിലമ്പൂർ ഐഷ. കാത്തുനിന്നവർ ആദ്യ സ്ഥാനം നിലമ്പൂർ ഐഷയ്ക്ക് നൽകുന്നു. ദീപക് മലയമ്മ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള കാഴ്ചകളെന്ന് പറയേണ്ടി വരും. കാരണം 7 മണിക്ക് ആദ്യ വോട്ട് അത് ഇടുന്നതിന് മുൻപ് തന്നെ നേരത്തെ തന്നെ എത്തി കാത്തു നിൽക്കുന്ന നിരവധി ആളുകളുണ്ട് മുക്കട്ടയിലെ JMLP സ്കൂളിൽ. എന്നാൽ നിലമ്പൂർ ഐഷ എത്തുന്നു. അവരുടെ മകനൊപ്പം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തി ഇപ്പോൾ ബൂത്തിനകത്തേക്ക് ഇതിനോടകം തന്നെ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങുമ്പോൾ ആദ്യ വോട്ട് ഈ മുക്കട്ട JLP സ്കൂളിൽ അത് ആയിഷയുടേതായിരിക്കും. നമ്പർ 193 അവർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ കാര്യം അറിയിച്ചതുമാണ്. കാരണം രാവിലെ 7 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളത് അറിയിച്ചതുമാണ്. അതുകൊണ്ട് ആ ഒരു സമയത്ത് എത്തുമ്പോൾ നമുക്ക് കൃത്യമായി ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. അതേസമയം ഇവിടെ 4 ബൂത്തുകളാണ് ഈ JMLP സ്കൂളിൽ ഉള്ളത്. ആ 4 ബൂത്തുകൾക്ക് മുൻപിലും നമുക്ക് നീണ്ട നിര തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആളുകളൊക്കെ രാവിലെ തന്നെ ണ്ട് എന്നുള്ളതാണ്. സംശയങ്ങളൊക്കെ മുന്നണികളെ സംബന്ധിച്ചുണ്ടായിരുന്നു. കഴിഞ്ഞ കുറഞ്ഞ നാളുകൾക്കിടയിലാണ് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉൾപ്പെടെയുള്ള അവർ കാണുന്നത്. അതിൻ്റെ ഭാഗമാകുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് ഇത്തരം വോട്ടെടുപ്പിന് ഭാഗമാകുന്നതിൽ ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പുണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ മുന്നണികൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളതാണ് രാവിലെ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്നുള്ളതാണ്. ചെറിയ തോതിലുള്ള മഴയുണ്ട്. ആ മഴയൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്ര കണ്ട് ആവേശത്തോടു കൂടി വോട്ടർമാരെത്തുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ് ശക്തമായ പ്രചരണം. ആ പ്രചരണത്തിൻ്റെ ചൂരുമൊക്കെ കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശത്തോടു കൂടി താൽക്കാലികമായി പ്രത്യക്ഷത്തിലുള്ളത് അവസാനിപ്പിച്ചുവെങ്കിൽ പോലും പിന്നീട് നടക്കുന്നത് കൃത്യമായ ഒരു മത്സരം, രാഷ്ട്രീയ മത്സരം എന്നുള്ള നിലയിൽ തന്നെയാണ്. PV അൻവർ ഉൾപ്പെടെ മത്സര രംഗത്തേക്ക് എത്തുകയും അതിനുശേഷം ഉണ്ടായ സംഭവവികാസങ്ങളുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഓരോരുത്തരും ഓരോ സമ്മതിദായകരും അവരുടെ വോട്ട് എങ്ങനെ കൃത്യമായി വിനിയോഗിക്കണം എന്നുള്ള തീരുമാനമെടുത്ത് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് മുന്നണികളെ സംബന്ധിച്ച പോളിംഗ് ശതമാനത്തിൻ്റേത് ഉൾപ്പെടെയുള്ള കണക്കുകൂട്ടലുകളേത് കൂടിയാണ് എന്ന് പറയേണ്ടി വരും.